സമുദ്രം ശബ്ദങ്ങളുടെ ഒരു ലോകമാണ്. അതിലെ നിരവധി ജീവികളുടെ ചൂളമടികളും ആഴത്തിലുള്ള ഇരമ്പലുകളും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവയിലൊന്നിനും നീലത്തിമിംഗത്തിന്റെ പാട്ടിനോളം ശക്തിയില്ല. തലമുറകളായി ഈ മഹത്തായ ജീവികൾ തങ്ങളുടെ വിളികൾ കൊണ്ട് വിശാലവും ആഴമേറിയതുമായ ജലാശയങ്ങളെ നിറയ്ക്കുന്നു. ഇത് കേവലം ശബ്ദങ്ങളല്ല, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന സങ്കീർണവും പ്രതിധ്വനിയുള്ളതുമായ പാട്ടുകളാണവ. ഇതിലൂടെയാണ് അവ ആശയവിനിമയം നടത്തുന്നത്, ഇണകളെ കണ്ടെത്തുന്നത്, തങ്ങളുടെ വിശാലമായ ജലലോകത്ത് സഞ്ചരിക്കുന്നത്. ഈ പാട്ടുകൾ സമുദ്രത്തിന്റെ പ്രകൃതിദത്തമായ സംഗീതത്തിന്റെ ഒരു അടിസ്ഥാന ഭാഗമാണ്. ആഴക്കടലിലെ ഒരു സ്ഥിരവും ആസ്വാദകരവുമായ സാന്നിധ്യം. പക്ഷേ ഇപ്പോൾ എന്തോ മാറിക്കൊണ്ടിരിക്കുന്നു. കാലിഫോർണിയയുടെ തീരത്ത് വിചിത്രവും ആശങ്കാജനകവുമായ ഒരു നിശബ്ദത പടരുകയാണ്. നമ്മുടെ ഗ്രഹത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗങ്ങളായ നീലത്തിമിംഗലങ്ങൾ നിശബ്ദരാകുന്നു. സമുദ്രത്തിന്റെ സിംഫണി കേട്ട് ജീവിതം മുഴുവൻ ചെലവഴിച്ച ശാസ്ത്രജ്ഞർ ഇതിലൊരു വ്യക്തമായ മാറ്റം ശ്രദ്ധിച്ചു. ഒരു കാലത്ത് ഈ ജലാശയങ്ങളെ നിർവചിച്ചിരുന്ന ശക്തമായ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദങ്ങൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഒരു വലിയ ഗായക സംഘം ഓരോ ഗായകരെയായി പതിയെ പതിയെ അതിൻ്റെ ശബ്ദം നഷ്ടപ്പെടുത്തുന്നത് പോലെ. ഈ വർദ്ധിച്ചു വരുന്ന നിശബ്ദത ഒരു വലിയ രഹസ്യമാണ്. തിരമാലകൾക്കടിയിൽ വികസിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കഥയുടെ സൂചന നൽകുന്ന ഒരു പ്രഹേളിക. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ. ഈ പ്രതിഭാസം മനസ്സിലാക്കാൻ ഗവേഷകർ ഒരു അസാധാരണമായ സാങ്കേതിക വിദ്യയിലേക്ക് തിരിഞ്ഞു. ഹൈഡ്രോഫോണുകൾ എന്നറിയപ്പെടുന്ന വെള്ളത്തിനടിയിലെ മൈക്രോഫോണുകൾ. ഈ സെൻസിറ്റീവായ ഉപകരണങ്ങൾ മോൺട്രേബേയുടെ ആഴങ്ങളിൽ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 3000 അടി താഴെ സ്ഥാപിച്ചു. അവിടെ അവ അഗാധമായ കടലിൽ നമ്മുടെ കാതുകളായി പ്രവർത്തിക്കുന്നു. 2015 തുടങ്ങി 6 വർഷത്തിലേറെയായി ഈ ഹൈഡ്രോഫോണുകൾ ക്ഷമയോടെ ആഴക്കടലിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്തു. അവ കടൽ ജീവികളുടെ ദൈനംദിന സംഭാഷണങ്ങൾ രേഖപ്പെടുത്തി. സമുദ്രത്തിലെ സംസാരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തുന്നു. ഈ തുടർച്ചയായ വിവരങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു ശബ്ദരേഖ നൽകി. തിമിംഗലങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവയുടെ സ്വന്തം ശബ്ദങ്ങളിലൂടെ പറഞ്ഞ ഒരു വിശദമായ ഡയറി. ഈ വിപുലമായ പഠനത്തിൻ്റെ ഫലങ്ങൾ വ്യക്തവും എന്നാൽ ആശങ്കാജനകവുമായിരുന്നു. നീലത്തിമിംഗലങ്ങളുടെ ശബ്ദങ്ങളിൽ വലിയ കുറവുണ്ടായതായി വിവരങ്ങൾ വെളിപ്പെടുത്തി. 2024 തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ തിമിംഗലങ്ങളുടെ വിളികളുടെ എണ്ണത്തിൽ ഏകദേശം 40% കുറവുണ്ടായതായി കാണിച്ചു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല. അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ശബ്ദങ്ങളിൽ സംഭവിച്ച ഗണ്യവും തുടർച്ചയുള്ളതുമായ കുറവായിരുന്നു. സമുദ്രം കൂടുതൽ നിശബ്ദമായിക്കൊണ്ടിരുന്നു. ഈ നിശബ്ദതയുടെ കാരണം തിമിംഗലങ്ങളുടെ ചുറ്റുപാടിൽ സംഭവിച്ച വലിയ മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അത് നമ്മളോട് ഒരു പ്രയാസകരമായ ചോദ്യം ചോദിക്കാൻ നിർബന്ധിച്ചു. ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗത്തെ നിശബ്ദമാക്കാൻ മാത്രം ശക്തമായത് എന്തായിരിക്കും? ഈ അസ്വസ്ഥജനകമായ രഹസ്യത്തിന്റെ താക്കോൽ തിമിംഗലങ്ങളിലല്ല, മറിച്ച് അവയെ ചുറ്റിയിരിക്കുന്ന വെള്ളത്തിലാണ്. 2013 2016 ഇടയിൽ പസഫിക് സമുദ്രം അപൂർവമായ ഒരു സമുദ്ര താപതരംഗത്തിന് സാക്ഷ്യം വഹിച്ചു. ഇത് വളരെ വലുതും സ്ഥിരവുമായിരുന്നതിനാൽ ശാസ്ത്രജ്ഞർ ഇതിനൊരു പേര് നൽകി, ദി ബ്ലോബ്. ഇതൊരു ചെറിയ ചൂടുപിടിക്കലായിരുന്നില്ല. കടലിന്റെ ഉപരിതലത്തിലെ താപനിലയിൽ സംഭവിച്ച നാടകീയവും നീണ്ടു നിന്നതുമായ വർധനയായിരുന്നു ഇത്. ചില പ്രദേശങ്ങളിൽ ഇത് 4.5 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്നു. നമുക്ക് ഇതൊരു ചെറിയ മാറ്റമായി തോന്നിയേക്കാം, പക്ഷേ ഒരു സമുദ്ര ആവാസ വ്യവസ്ഥയുടെ അതിലോലമായ സന്തുലിതാവസ്ഥയ്ക്ക് ഇതൊരു ദുരന്തമാണ്. ദി ബ്ലോബ് സമുദ്രത്തിലെ ഘടനയെയും അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. ഇവിടുത്തെ ജീവികൾക്ക് ഒരുക്കമായിട്ടില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഈ പെട്ടെന്നുള്ളതും തീവ്രവുമായ ചൂട് സമുദ്രത്തിലെ ആഹാര ശൃംഖലയിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ വിനാശകരമായ ഫലമുണ്ടാക്കി. ഈ ചൂട് പോഷകങ്ങളുടെ സാധാരണ വിതരണം താറുമാറാക്കി. ഇത് ക്രില്ല എന്നറിയപ്പെടുന്ന ചെമ്മീൻ പോലുള്ള ചെറുജീവികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കി. നീലത്തിമിംഗലങ്ങൾക്ക് ക്രില്ലുകൾ അവയുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, അവയുടെ ഏക ആഹാര സ്രോതസ്സാണ്. ഒരു മുതിർന്ന നീലത്തിമിംഗലത്തിന് ഒരു ദിവസം 4 ടൺ വരെ ക്രില്ലുകൾ കഴിക്കാൻ കഴിയും. ക്രില്ലുകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് നീലത്തിമിംഗലങ്ങളുടെ പ്രാഥമിക ഊർജ്ജ സ്രോതസ് പെട്ടെന്ന് അവിശ്വസനീയമാംവിധം ദുർലഭവും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായി മാറിയെന്ന് അർത്ഥമാക്കി. ഇത് അവയുടെ സമ്പന്നമായ തീറ്റയിടങ്ങളെ ഒരു തരിശായ കടലിനടിയിലെ മരുഭൂമിയാക്കി മാറ്റി. ഈ പെട്ടെന്നുള്ള ക്ഷാമം നേരിട്ടപ്പോൾ നീലത്തിമിംഗലങ്ങൾക്ക് ഒരു പ്രയാസകരമായ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. ഒരു മൃഗം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഊർജ്ജം ആവശ്യമാണ്. നീലത്തിമിംഗലത്തെ പോലെയുള്ള ഭീമാകാരമായ ഒരു ജീവിക്ക് ഊർജ്ജത്തിൻ്റെ ആവശ്യം വളരെ വലുതാണ്. പാട്ടുപാടുന്നതും ഇതിനൊരു അപവാദമല്ല. 100 കണക്കിന് മൈലുകൾ സഞ്ചരിക്കുന്ന ശക്തമായ താഴ്ന്ന ആവൃത്തിയുള്ള ആ പാട്ടുകൾ ഉൽപ്പാദിപ്പിക്കാൻ വളരെയധികം ശാരീരിക അധ്വാനം ആവശ്യമാണ്. ഇത് വിലയേറിയ കലോറിയുടെ ഒരു നിക്ഷേപമാണ്. ഭക്ഷണം ധാരാളമായിരിക്കുമ്പോൾ ഒരു ഇണയെ കണ്ടെത്താനോ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനോ ഇത് ഉപയോഗപ്രദമായ ഒരു ചെലവാണ്. എന്നാൽ നിങ്ങൾ അതിജീവനത്തിനായി പാടുപെടുമ്പോൾ
ഓരോ അല്പ ഊർജത്തിനും അതിൻ്റെതായ വിലയുണ്ട്. തിമിംഗലങ്ങൾ പട്ടിണിയുടെ വക്കിലായിരുന്നു. ഭക്ഷണവും ശബ്ദവും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ബന്ധം നിശബ്ദതയെ വിശദീകരിക്കുന്നു. ഊർജം സംരക്ഷിക്കാൻ തിമിംഗലങ്ങൾ മനഃപൂർവ്വം തങ്ങളുടെ വിളികൾ കുറുക്കുകയാണെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെ വിശന്നിരിക്കുമ്പോൾ പാടാൻ ശ്രമിക്കുന്ന ഒരാളുമായി താരതമ്യം ചെയ്തു. അത് വളരെ ചെലവേറിയതാണ്. നിശബ്ദത അവ അപ്രത്യക്ഷമായതിൻ്റെ സൂചനയായിരുന്നില്ല, മറിച്ച് ദുരിതത്തിൻ്റെ സൂചനയായിരുന്നു. അത് അതിതീവ്രമായ കഷ്ടപ്പാടുകളുടെ കാലഘട്ടത്തോടുള്ള ഒരു സ്വഭാവപരമായ പൊരുത്തപ്പെടലായിരുന്നു. തിമിംഗലങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപരിചിതമായ ജലാശയങ്ങളിലൂടെ നീന്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവ നിശബ്ദമായിട്ടാണ് അത് ചെയ്തത്. അടുത്ത ഭക്ഷണം കണ്ടെത്തി അഭൂതപൂർണമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീവ്രമായ പ്രതീക്ഷയിൽ അവ തങ്ങളുടെ ഓരോ അംശം ശക്തിയും സംരക്ഷിക്കുകയായിരുന്നു. ഈ കണ്ടെത്തലിനെ ഇത്രയധികം പ്രാധാന്യമുള്ളതാക്കുന്നത് അത് ചില പ്രത്യേക ജീവിവർഗങ്ങൾക്ക് മാത്രം ബാധകമായിരുന്നു എന്നതാണ്. നീലത്തിമിംഗലങ്ങൾ നിശബ്ദരായപ്പോൾ മറ്റു തിമിംഗലങ്ങൾ അങ്ങനെ ഉണ്ടായില്ല. ഉദാഹരണത്തിന് അംബാക്ക് തിമിംഗലങ്ങളും കാലിഫോർണിയൻ തീരത്തുള്ള ഈ ജലാശയങ്ങളിൽ ജീവിക്കുന്നു. അവയും അവയുടെ സങ്കീർണവും മനോഹരവുമായ പാട്ടുകൾക്ക് പേരുകേട്ട വലിയ ഗായകരാണ്. എന്നിട്ടും അതേ സമുദ്ര താപതരംഗത്തിൻ്റെ കാലത്ത് അവയുടെ ശബ്ദപ്രവർത്തനങ്ങളിൽ കാര്യമായ കുറവൊന്നും ഹൈഡ്രോഫോണുകൾ രേഖപ്പെടുത്തിയില്ല. അംബാക്കുകൾ പാട്ട് തുടർന്നു. അവയുടെ വിളികൾ എപ്പോഴത്തെയും പോലെ ഈ സമുദ്രത്തെ നിറച്ചു. ഈ വ്യത്യാസം നിർണായകമാണ്, കാരണം ഇത് സമുദ്രത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഒരു പ്രധാന സൂചന നൽകുന്നു. ഈ വ്യത്യാസത്തിൻ്റെ കാരണം അവയുടെ ഭക്ഷണക്രമത്തിലാണ്. ഗ്രില്ലിനെ മാത്രം ആശ്രയിക്കുന്ന നീലത്തിമിംഗലത്തിൽ നിന്ന് വ്യത്യസ്തമായി അംബാക്ക് തിമിംഗലം ഒരു പൊതു തീറ്റക്കാരനാണ്. അതിന് കൂടുതൽ വൈവിധ്യമാർന്ന ഭക്ഷണക്രമമുണ്ട്. ഗ്രില്ലുകൾ ലഭിക്കുമ്പോൾ അംബാക്കുകൾ സന്തോഷത്തോടെ അത് കഴിക്കും. പക്ഷേ അവ എറിങ്, ആങ്കോവിസ് തുടങ്ങിയ ചെറിയ മത്സ്യങ്ങളെയും ഇരയാക്കുന്നു. ഗ്ലോബ് കാരണം ഗ്രില്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോൾ അംബാക്കുകൾക്ക് മറ്റ് ഭക്ഷണ സ്രോതസ്സുകളിലേക്ക് മാറാൻ കഴിഞ്ഞു. സമുദ്രത്തിലെ മാറ്റങ്ങളിൽ നിന്ന് അവരും മുക്തരായിരുന്നില്ല. പക്ഷേ അവയുടെ ഭക്ഷണ രീതിയിലെ ഈ മാറ്റങ്ങൾ ഒരു ആശ്വാസം നൽകി. സാധാരണ പെരുമാറ്റങ്ങൾ, പാട്ടുപാടുന്ന ഉൾപ്പെടെ തുടരാൻ ആവശ്യമായ ഊർജം കണ്ടെത്താൻ അത് അവരെ സഹായിച്ചു. ഈ വ്യത്യാസം തിമിംഗലങ്ങളെ കേവലം സാഹചര്യങ്ങളുടെ ഇര എന്നതിലുപരിയായി മാറ്റുന്നു. അതൊരു സൂചകജീവിയായി മാറുന്നു, മുഴുവൻ സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യത്തിൻ്റെ ഒരു സൂചകം. അതിൻ്റെ അതിജീവനത്തിന് ഗ്രില്ലെന്ന ഒരൊറ്റ ഭക്ഷണ സ്രോതസ്സുമായി വളരെ അടുത്ത ബന്ധമുള്ളതിനാൽ അതിൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ആഹാര ശൃംഖലയിലുള്ള സമ്മർദ്ദത്തിൻ്റെ നേരിട്ടുള്ളതും ഉടനടിയുള്ളതുമായ ഒരു സൂചന നൽകുന്നു. നീലത്തിമിംഗലങ്ങൾ നിശബ്ദമാക്കുമ്പോൾ ഈ സമുദ്ര പരിസ്ഥിതിയുടെ അടിസ്ഥാനം തന്നെ അപകടത്തിലാണെന്ന് അത് നമ്മളോട് പറയുന്നു. അവയുടെ നിശബ്ദത വ്യക്തവും സംശയരഹിതവുമായ ഒരു അപായമണിയാണ്. നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ, പക്ഷേ അവിടെ ജീവിക്കുന്ന ജീവികൾക്ക് ആഴത്തിൽ അനുഭവപ്പെടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. അവയുടെ നിശബ്ദത സമുദ്രത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒരളവുകോലാണ്. ഒരു പ്രതിധ്വനിക്കുന്ന ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഊർജം ഈ ഭീമാകാരന്മാർക്ക് ഇനി താങ്ങാനാവില്ല. അവയുടെ പാട്ടുകൾ വെറും ഇണചേരുന്നതിനുള്ളത് മാത്രമല്ല, അത് ആരോഗ്യകരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു ആവാസ വ്യവസ്ഥയിലെ ആരോഗ്യകരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു വ്യക്തിയുടെ അടയാളമാണ്. അതിനാൽ ഈ പാട്ടുകളുടെ അഭാവം വലിയ സമ്മർദ്ദത്തിലുള്ള ഒരു പരിസ്ഥിതിയെയാണ് പ്രതിഫലിക്കുന്നത്. നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ അഭാവം ഒരു ചൂട് പിടിക്കുന്ന സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ളതും തുടർച്ചയുമായ ഫലങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊരു ശക്തമായ ഉപകരണമായി മാറിയിരിക്കുന്നു. ആഴക്കടലിലെ ജീവനെ നിലനിർത്തുന്ന ബന്ധങ്ങൾ എത്ര ദുർബലമാണെന്ന് ഇത് നമ്മെ കാണിച്ചു തരുന്നു. കാലിഫോർണിയയിലെ നിശബ്ദരായ തിമിംഗലങ്ങളുടെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമ്മർദ്ദത്തിലുള്ള ഒരു ഗ്രഹത്തിൻ്റെ വലിയ ആഗോള കഥയിലെ ഒരു പ്രാദേശിക അധ്യായമാണത്. സമാനമായ രീതികൾ ആയിരക്കണക്കിന് മൈലുകൾ അകലെയും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസിലൻഡിന് ചുറ്റുമുള്ള ജലാശയങ്ങളിൽ ശാസ്ത്രജ്ഞർ അവരുടേതായ സമുദ്ര താപതരംഗ കാലഘട്ടത്തിൽ തിമിംഗലങ്ങളുടെ തീറ്റയിലും ഇണചേരുന്നതിലുമുള്ള വിളികളിലും സമാനമായ കുറവ് രേഖപ്പെടുത്തി. ഇത് ഈ പ്രതിഭാസം ഒരു യാദർശികമല്ലെന്ന് കാണിക്കുന്നു, മറിച്ച് അതിവേഗം ചൂടുപിടിക്കുന്ന ഒരു കാലാവസ്ഥയുടെ സമ്മർദ്ദത്തോടുള്ള ഒരു പ്രവചനാതീതമായ പ്രതികരണമാണ്. ഗ്ലോബ് പോലുള്ള സമുദ്ര താപതരംഗങ്ങൾ ഇനി അപൂർവവും വിചിത്രവുമായ സംഭവങ്ങളല്ല. അവ ലോകമെമ്പാടും കൂടുതൽ പതിവായി, തീവ്രമായി, കൂടുതൽ കാലം നിലനിൽക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളുടെ അനന്തരഫലങ്ങൾ വർഷങ്ങളോളം മുഴുവൻ സമുദ്രവ്യവസ്ഥയിലൂടെയും അലയടിക്കുന്നു. ഒരൊറ്റ താപതരംഗം പ്രജനന ചക്രങ്ങളെ തടസ്സപ്പെടുത്താനും ദേശാടന രീതികൾ മാറ്റാനും തിമിംഗലങ്ങളെപ്പോലെ ദീർഘകാലം ജീവിക്കുന്ന ജീവികളുടെ വിതരണം പുനരൂപകൽപ്പന ചെയ്യാനും കഴിയും. പക്ഷേ ഇതിൻ്റെ ആഘാതം അവയിൽ മാത്രം ഒതുങ്ങുന്നില്ല. മനുഷ്യ സമൂഹം ഭക്ഷണത്തിനും ഉപജീവനത്തിനും ആശ്രയിക്കുന്ന മത്സ്യബന്ധനത്തെ ഇത് ബാധിക്കുന്നു. ഗ്രഹത്തിന് വേണ്ടി അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു പ്രവർത്തനം, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ആഗിരണം ചെയ്യാനുള്ള സമുദ്രത്തിൻ്റെ കഴിവിനെയും ഇത് ദുർബലമാക്കുന്നു. രോഗിയായ ഒരു സമുദ്രത്തിന് അതിനെ രോഗിയാക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ കഴിവ് കുറവാണ്. ഇതൊരു അപകടകരമായ ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കുന്നു. നീലത്തിമിംഗലത്തിൻ്റെ ഈ നിശബ്ദത ഒരാഴത്തിലുള്ളതും ഹൃദയസ്പർശിയുമായ മുന്നറിയിപ്പാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി അതിജീവിച്ച
ഈ ശാന്തരായ ഭീമാകാരന്മാർ നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ അപകടത്തിലാണെന്ന് സാധ്യമായ ഏറ്റവും വ്യക്തമായ രീതിയിൽ നമ്മളോട് പറയുന്നു. അവയുടെ നിശബ്ദത ശൂന്യമല്ല, അത് അർത്ഥം നിറഞ്ഞതാണ്. അവയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോടുള്ള അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇതൊരു വിശപ്പിൻ്റെ കഥയാണ്, ഊർജ്ജ സംരക്ഷണത്തിൻ്റെ കഥയാണ്, പ്രകൃതി ലോകം അതിൻ്റെ പരിധിയിലേക്ക് തള്ളി നീക്കപ്പെടുന്നതിൻ്റെ കഥയാണ്. ആഴങ്ങളിൽ നിന്നുള്ള ഈ സന്ദേശം നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. ഈ നിശബ്ദത ശ്രദ്ധിക്കാൻ നമ്മളിപ്പോൾ പഠിക്കണം. കാലാവസ്ഥാ വ്യതിയാനം ഒരു വിദൂരമായ അമൂർത്തമായ ഭീഷണിയല്ലെന്ന് അത് നമ്മളെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നു. അത് ഇവിടെയുണ്ട്, നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും മഹത്തായ ജീവികൾക്കും മുഴുവൻ സമുദ്രലോകത്തിൻ്റെയും ആരോഗ്യത്തിനും വ്യക്തമായ പ്രത്യാഘാതങ്ങളോടെ. തിമിംഗലത്തിൻ്റെ വിധി നമ്മുടേതുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവയുടെ പോരാട്ടം മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഗ്രഹത്തിലെ സമുദ്രങ്ങളെ സുഖപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമുണ്ടാകും. അങ്ങനെ അവയുടെ ശക്തമായ ജീവന്റെ പാട്ടുകൾ എന്നേക്കുമായി മാഞ്ഞു പോകാതെ വീണ്ടും ആ വലിയ നീലലോകത്തെ നിറയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കാം.